ഗൈസ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ അനുരഗ്ന, നിങ്ങളെ സ്വന്തം അനു മിസ് ആണ്. ഓക്കെ, മക്കളെ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് നിങ്ങൾ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും അല്ലേ? അപ്പോൾ നമ്മൾ എക്സാമിന് അധികം ചോദിക്കുന്ന ക്വസ്റ്റ്യൻസുകളെ ഏതൊക്കെ പാർട്ടിൽ നിന്നായിരിക്കും എന്നൊക്കെ നിങ്ങൾ ഇപ്പം എന്തായാലും സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും. സോ 2 ചാപ്റ്റേഴ്സുകൾ ഒരൊറ്റയടിക്ക് പഠിക്കാൻ പറ്റുന്ന 2 ചാപ്റ്റേഴ്സുകളാണ് പാർട്ട് നമ്പറും അതുപോലെ ഫ്രാക്ഷൻസും. ഈ ഒരു ചാപ്റ്റർ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്ററും കൂടിയാണ്. ഈ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസുകൾ ചോദിക്കാൻ ചാൻസും ഉണ്ട്. സോ ഏത് ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസുകളായിരിക്കും നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടായിരിക്കും എന്നുള്ളതിന്റെ ആൻസർ ആണ് ഇപ്പൊ നിങ്ങൾ ബോർഡിൽ കാണുന്നുണ്ടാവുക. ക്വസ്റ്റ്യൻ നല്ലോണം വായിച്ചു നോക്കിയിട്ട് എന്ത് ചെയ്യുക, വേഗം ആൻസർ എനിക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പൊ എന്താണ് നമ്മളെ ക്വസ്റ്റ്യൻ? ഒരുപോലെയുള്ള കുറെ ദോശകൾ, ശ്രദ്ധിക്കണേ, ഒരുപോലെയുള്ള കുറെ ദോശകള് ഓരോന്നിനും 4 സമഭാഗങ്ങളായിട്ട് കട്ട് ചെയ്തു. അപ്പോൾ ഒരു ദോശനെ ഞാൻ കൃത്യമായിട്ട് 4 ഈക്വൽ പാർട്സ് ആക്കി കട്ട് ചെയ്തിട്ടുണ്ട്. അനു അതിൽ നിന്ന് 3 കഷ്ണം എടുത്തു. ഒരു ദോശയുടെ എത്ര ഭാഗമാണ് അനു എടുത്തത് എന്നാണ് ചോദിക്കുന്നത്. അനു took 3 pieces, 3 പീസ് അനു എടുത്തിട്ടുണ്ടെങ്കിൽ വാട്ട് പാർട്ട് ഓഫ് ദോശ ഡിഡ് അനു ടേക്ക്? അനു എടുത്തത് എത്രയാണെന്നാണ് എന്റെ ചോദ്യം. അപ്പൊ എന്റെ മക്കള് ശ്രദ്ധിക്കണം, ഒരു ദോശയുണ്ട്, ആ ദോശേനെ 4 ഈക്വൽ പാർട്സ് ആക്കി ഞാൻ കട്ട് ചെയ്തു എന്ന് പറഞ്ഞാല് ഇതൊന്ന് ആലോചിച്ച് നോക്കിക്കേ, ഓരോ പാർട്സും എത്ര വീതം ഉണ്ടായിരിക്കുന്നത് നിങ്ങൾക്ക് അറിയുന്ന കാര്യം, ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഓരോ പീസും 1/4 വീതം ഉണ്ടായിരിക്കില്ലേ? അതിൽ അനു എടുത്തത് 3 പീസാണ്, 3 പീസസ്. അപ്പൊ 1/4 ഉള്ള 3 പീസ് എടുത്ത് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ ആഡ് ചെയ്യാം? 1/4 പ്ലസ് 1/4 പ്ലസ് 1/4 എന്ന് പറഞ്ഞാൽ 3/4 എന്ന ആൻസർ കിട്ടിയിട്ടുണ്ടാവണം. 3/4 മുക്കാൽ ഭാഗവും അനു എടുത്തു എന്ന് പറയാം. ഇനി അടുത്ത ബി ക്വസ്റ്റ്യൻ നോക്കിക്കേ. എന്താണ് ബി ക്വസ്റ്റ്യൻ? വെൻ സം പീസസ് ടുക്ക് by Mini were joined together, അല്ലെ? അനുവിന്റെ കൂടെ മിനി എടുത്ത പീസും കൂടെ ജോയിൻ ചെയ്തപ്പോ ഇറ്റ് ബിക്കം ഹോൾ ദോശ, അത് മൊത്തം ദോശയായിട്ട് മാറിയെങ്കിൽ ഹൗ മെനി പീസ് ഡിഡ് മിനി ടേക്ക് എന്നാണ് ചോദിക്കുന്നത്. മിനി എടുത്ത കഷ്ണം കൂടെ അനുവിന്റെ കൂടെ ചേർത്ത് വെച്ചപ്പോ അതൊരു ദോശ മൊത്തമായി എന്ന് പറഞ്ഞു. അപ്പൊ അനു എടുത്തത് 3/4 ഭാഗമാണ്, മുക്കാൽ ഭാഗം അനു എടുത്തു. അപ്പൊ ഒരു പീസും കൂടെയാണ് മിനി എടുത്തത് അല്ലെ? ഒറ്റ പീസ് കൂടെ ചേർത്ത് വെച്ചപ്പോ അത് മൊത്ത ദോശയായി എന്ന് പറഞ്ഞാൽ മിനി എടുത്തത് ആ ഒരു ബാക്കിയുള്ള ഭാഗമായിരിക്കില്ലേ? സോ ബി ക്വസ്റ്റ്യൻ എന്താണ്? മിനി എടുത്തത് എത്ര ഭാഗമാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം 1/4, 1/4 ഭാഗം മിനി എന്ത് ചെയ്തിട്ടുണ്ടാവും? എടുത്തു കൊണ്ടുപോയിട്ടുണ്ടായിരിക്കും. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ് സി ക്വസ്റ്റ്യൻ? when the pieces took by Binu were joined together it became 2 1/4 dosha, how many pieces did Binu take? അപ്പൊ ബിനു എടുത്തത് എത്ര ദോശ വീതമാണെന്ന് ഉള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. കാര്യം എന്താ? ബിനു എടുത്തത് 2 1/4 ആണ് അല്ലെ? 2 1/4. അപ്പൊ 2 1/4 ബിനു എടുത്തു. 2 1/4. ഇതിൽ ഓരോ ദോശ 2 എണ്ണം ഉണ്ട്, 1/4 ഉണ്ട് അല്ലെ? അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണേ. 1 ദോശ, 2 ദോശ, 3 ദോശ. ഇതില് നോക്കടാ, ഇത് 1 ദോശ, ഇത് 2 ദോശ, ഇത് 3 ദോശ. ഇതിൽ 2 എണ്ണവും ബിനു എടുത്തു, ദെൻ 1/4 ഭാഗവും ബിനു എടുത്തു. അപ്പൊ ഓരോ ദോശയിലും എത്ര ഭാഗം വീതം ഉണ്ട്? 4 കഷ്ണം വീതം ഉണ്ട്. അപ്പൊ 2 ദോശയിലാകെ എത്ര കഷ്ണം ഉണ്ടായിരിക്കും? ഇത് 4 പീസ് ഉണ്ടാവും, 4 കഷ്ണം. അടുത്തതില് 4 കഷ്ണം, ശരിയല്ലേ? അടുത്തതില് 1 കഷ്ണം. അപ്പൊ ആകെ ടോട്ടൽ 4 + 4 + 1 = എത്ര കിട്ടിയിട്ടുണ്ടാവണം? 9 പീസസ് എന്ന് കിട്ടിയിട്ടുണ്ടാവണം. 9 കഷ്ണമായിരിക്കും 2 1/4 പീസിൽ ഉണ്ടായിരിക്കുക എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസർ പറയാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലേ അത്? ഇനി അടുത്തത് നോക്കിക്കേ. എ റിബൺ ഓഫ് 7 meter length is equally divided among 5 children. 7 മീറ്റർ റിബൺ 5 പേർക്ക് തുല്യമായി മുറിച്ചെടുത്താല് ഒരാൾക്ക് എത്ര മീറ്റർ റിബൺ കിട്ടും? ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ് അല്ലെ? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? 7നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 7ൽ 5 ഒരു തവണ പോകും, ഒരു 5 5, ബാക്കി 2. സോ നിങ്ങളെ ആൻസർ 7 മീറ്ററുള്ള റിബൺ 5 പേർക്ക് ഡിവൈഡ് ചെയ്തു എന്ന് പറഞ്ഞാൽ 7/5 മീറ്റർ എന്ന് നിങ്ങൾ ആൻസർ പറഞ്ഞിട്ടുണ്ടാവും. ശരിയാണ്, ശരിയല്ല എന്നല്ല. സോ ഇതിന് മിക്സ്ഡ് ഫ്രാക്ഷൻ ആക്കിയിട്ട് കൂടെ നമുക്ക് എഴുതാം. അതെങ്ങനെ എഴുതേണ്ടത്? ആൻസർ കിട്ടിയ 1 ആദ്യം എഴുതുക, പിന്നെ റിമൈൻഡറിനെ ഈ ഒരു ഡിവൈസർ കൊണ്ട് എന്ത് ചെയ്യുക? 2/5 കൊണ്ട് ഇതുപോലെ അങ്ങനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. സോ 1 2/5 എന്ന് പറഞ്ഞാലും 7/5 എന്ന് പറഞ്ഞാലും ആൻസർ സെയിം ആണ്. സോ ഈ ആൻസറും കൂടെ എഴുതുകയാണെങ്കിൽ കുറച്ചുകൂടെ നിങ്ങൾക്ക് എന്താവാം, നിങ്ങൾ ടീച്ചേഴ്സ് ഭയങ്കരമായിട്ട് ഇംപ്രസ് ആവും. ഓ, കുട്ടിക്ക് എല്ലാം അറിയാം എന്ന് ചിന്തിക്കും അല്ലേ? ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. പിക്ക് ഔട്ട് ദി ഫ്രാക്ഷൻ ഫോം നോട്ട് ഈക്വൽ ടു 5/8. 5/8 തുല്യമല്ലാത്തത് ആരാണ്? ഓപ്ഷൻ എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? 1 ആണോ, 2 ആണോ, 3 ആണോ, 4 ആണോ എന്നുള്ളത് നിങ്ങൾ തന്നെ എന്ത് ചെയ്യുക, നോക്കി പറയാ. 5/8 തുല്യം അല്ലാത്തത് കേട്ടോ, തുല്യമല്ലാത്തത് താഴെ കൊടുത്തതിൽ ആരാണെന്നാണ് ക്വസ്റ്റ്യൻ. സോ ഇതിന്റെ ആൻസർ എന്തായാലും നിങ്ങൾ തന്നെ കമന്റ് ബോക്സിൽ പറയാം. നിങ്ങൾ ആൻസറിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കും. ദെൻ എന്റെ കുട്ടികളോട് എനിക്ക് പറയാനുള്ള അടുത്തൊരു കാര്യം, എന്റെ മക്കളെല്ലാവരും ഇപ്പോൾ വജ്ര ബാച്ചിലേക്ക് അല്ലേ, നമ്മളെ വജ്ര ബാച്ചിലേക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. ദെൻ കുറെ പേർക്ക് എന്താണെന്ന് പോലും അറിയണ്ടാവില്ല വജ്ര ബാച്ച് എന്ന് പറഞ്ഞാൽ.
മക്കളെ മനസ്സിലാക്കാൻ നമ്മളിപ്പോ 5ാം ക്ലാസ് കഴിഞ്ഞ് 6ാം ക്ലാസ്സിലേക്ക് പോകുന്നവരാണ്. ഇപ്പം നമ്മൾ കഷ്ടപ്പെടുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ അറിയുന്നുണ്ടായിരിക്കും. ദെൻ നമ്മൾ 6ാം ക്ലാസ്സിലെ സിലബസ് മാറിയതാണ് കേട്ടോ ഇക്കൊല്ലം. അപ്പം സിലബസ് മാറിയിട്ടുള്ള ചാപ്റ്റേഴ്സുകൾ പഠിച്ചെടുക്കാനും അതുപോലെ തന്നെ ഭയങ്കര പ്രയാസപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. സോ അതൊക്കെ ബേസിക് ആയിട്ട് ആദ്യം മുതലേ നമുക്ക് സെറ്റ് ആക്കി എടുക്കാനാണ് നമ്മളെ വജ്ര ബാച്ച് ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്തത്. എല്ലാവരും ജോയിൻ ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ ഓഫറും എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. മക്കൾ എന്ത് ചെയ്യുക, താഴെ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് അടിപൊളിയായിട്ട് നമ്മളെ വജ്ര ബാച്ചിൽ ജോയിൻ ചെയ്യുക. ദെൻ ഇപ്പൊ പറഞ്ഞ ഉത്തരവും പറയാൻ മറന്നു പോകരുത് കമന്റ് ബോക്സിൽ. അപ്പൊ എന്തായാലും അടുത്തൊരു ലൈവിൽ കാണുന്നത് വരെ ബൈ ബൈ, സീ യു.